രാജ്യത്തിനും ഒരു കാലത്തും ഇങ്ങനെയൊന്നും സംഭവിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ അയൽക്കാരുടെ ഗതികേടിന് ഒരു അയവുമില്ല. ഇന്ത്യയെ പരമാവധി വെറുപ്പിച്ചും അകറ്റി നിർത്തിയും ചൈനയ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ബംഗ്ലാദേശ് സ്വീകരിച്ചതത്രയും. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് ഇന്ത്യ ആരായിരുന്നു ബംഗ്ലാദേശിന് എന്ന് മറന്ന് പ്രവർത്തിക്കുന്നവർക്ക് മറ്റൊരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ബംഗ്ലാദേശിലെ പുതിയ വാർത്ത എന്നല്ലേ നമുക്ക് പരിശോധിക്കാം. 2025 ജൂലൈ 21 ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ ജനനിബിഡമായ ഉത്തരമേഖലയിൽ മൈൽസ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജിൽ ബംഗ്ലാദേശ് വ്യോമസേനയുടെ ഒരു F-7 BGI പരിശീലന ജെറ്റ് തകർന്നു വീണത് രാജ്യത്തെ ഏറ്റവും ദുരന്തപൂർണമായ വ്യോമ അപകടങ്ങളിൽ ഒന്നായി മാറി. ചൈന നിർമ്മിതമായ ഈ ജെറ്റ് യാന്ത്രിക തകരാർ മൂലം തകർന്നു വീണതാണ്. 20 പേർ മരിക്കുകയും 171 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഈ ദുരന്തത്തിൽ ബംഗ്ലാദേശിന്റെ ചൈനീസ് സൈനിക ഉപകരണങ്ങളെ ആശ്രയിക്കുന്നതിന്റെ ദോഷങ്ങളും വ്യോമസേനയുടെ നവീകരണ ആവശ്യകതയും വെളിപ്പെടുത്തുന്നത് തന്നെയാണ്. പൈലറ്റ് അടക്കം മരണപ്പെട്ട ഈ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഇതുവരെ കരകയറിയിട്ടില്ല. ഏതൊരു അപകട സാധ്യത കണ്ടാലും പൈലറ്റുമാർ ജനങ്ങൾ അധികം താമസിക്കാത്ത ഒരു മേഖലയിലാണ് വിമാനങ്ങൾ ഇറക്കാറുള്ളത്. അപകട സാധ്യത കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മരണസംഖ്യ കുറയ്ക്കാനും വേണ്ടിയാണ് ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെ ആയിരുന്നേയില്ല. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഇത്തരമൊരു സംഭവം നടക്കുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം സുരക്ഷാ വീഴ്ചയും കെടുകാര്യസ്ഥതയുമാണ് ബംഗ്ലാദേശിനെ ബാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത കാലത്തായി ഇങ്ങനൊരു അപകടം നമ്മൾ നേരിട്ടതാണ്. നമ്മുടെ രാജ്യത്തെ ഗുജറാത്തിൽ വെച്ച് അഹമ്മദാബാദ് വിമാനാപകടം സംഭവിച്ചപ്പോൾ ബംഗ്ലാദേശ് മാധ്യമങ്ങളടക്കം ഇന്ത്യയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വാർത്തകൾ നൽകി. എന്നാൽ ഈ രാജ്യത്താണ് അവരുടെ രാജ്യ തലസ്ഥാനത്ത് ചൈനീസ് നിർമ്മിത ജെറ്റ് തകർന്നു വീണ് വലിയ അപകടം സൃഷ്ടിച്ചിരിക്കുന്നത്. അപകടത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ചൈനയുടെ ചെഗ്ഡു F-7 നവീകരിച്ച പതിപ്പായ F-7 BGI ജെറ്റ് ധാക്കയിലെ AK ഖന്ദാക്കർ വ്യോമസേനാ താവളത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 1:06 പറന്നുയർന്നു. 12 മിനിറ്റിനുള്ളിൽ വിമാനം മൈൽസ്റ്റോൺ സ്കൂളിന്റെ 2 നില കെട്ടിടത്തിൽ തകർന്നു വീഴുകയായിരുന്നു. തീഗോളമായിട്ടാണ് അത് പൊട്ടിത്തെറിച്ചത്. ഈ അപകടത്തിൽ പൈലറ്റ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് മുഹമ്മദ് തൗക്കീർ ഇസ്ലാം, 16 വിദ്യാർത്ഥികൾ, 2 അധ്യാപകർ, ഒരു സ്കൂൾ ജീവനക്കാരൻ എന്നിവർ മരിച്ചു. 171 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 50-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. പരിക്കേറ്റവരെ ധാക്കയിലെ ദേശീയ ബേൺ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും മറ്റു ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. വ്യോമസേനയുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ജെറ്റിന്റെ എഞ്ചിൻ യാന്ത്രിക തകരാർ സംഭവിച്ചതാണ് അപകടത്തിന്റെ കാരണം. പൈലറ്റ് ജനവാസ മേഖലയിൽ നിന്ന് വിമാനം മാറ്റി നയിക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്കൂളിന്റെ മുകളിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. ബംഗ്ലാദേശ് വ്യോമസേന അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ ഒരു ഉന്നതതല അന്വേഷണ സമിതിയെ നിയോഗിച്ചിട്ടുമുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സ് വീണ്ടെടുത്തിട്ടുണ്ട്. ഇത് അന്വേഷണത്തിന് കൂടുതൽ സഹായകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ചൈനീസ് F-7 ജെറ്റുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട പരാമർശം. അതിനെക്കുറിച്ച് പറയാം. F-7 BGI ജെറ്റ് സോവിയറ്റ് യുഗത്തിലെ MiG-21 ചൈനീസ് പതിപ്പാണ്. 1960കളിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ടതും 2013 വരെ നിർമ്മിച്ചതുമാണിത്. ഈ വിമാനങ്ങൾ പരിശീലന ആവശ്യങ്ങൾക്ക് അനുയോജ്യവും താങ്ങാവുന്ന വിലയുള്ളതുമാണെങ്കിലും ആധുനിക യുദ്ധവിമാനങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് കാലഹരണപ്പെട്ടവ തന്നെയാണ്. F-7 ജെറ്റുകളുടെ അപകട ചരിത്രം വളരെ ഗുരുതരവുമാണ്. 2025 മാത്രം ബംഗ്ലാദേശിലും മ്യാൻമാറിലും F-7 ജെറ്റുകൾ തകർന്നു വീണിട്ടുണ്ട്. 2022 ചൈനയിലെ ഹുബൈ പ്രാവിശ്യയിൽ J-7 വിമാനം തകർന്ന് ഒരു മരണവും 10 പേർക്ക് പരിക്കുമുണ്ടായിട്ടുണ്ട്. ഈ ആവർത്തന അപകടങ്ങൾ ചൈനീസ് നിർമ്മിത ജെറ്റുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് വർദ്ധിപ്പിച്ചത്. F-7 ജെറ്റുകൾ ആധുനിക റഡാർ, മിസൈൽ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ ശേഷി എന്നിവയിൽ പിന്നോക്കം നിൽക്കുന്ന ജെറ്റുകൾ തന്നെയാണ്. പരിമിതമായ അറ്റകുറ്റപ്പണി, കാലഹരണപ്പെട്ട ഡിസൈൻ, ചൈനീസ് ഘടകങ്ങളുടെ വിശ്വാസ്യതയില്ലായ്മ എന്നിവ ഈ വിമാനങ്ങളെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ബംഗ്ലാദേശിന്റെ വ്യോമസേന F-7 ജെറ്റുകളെ പ്രധാനമായും പരിശീലനത്തിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ വിമാനങ്ങൾ ജനനിബിഡമായ ധാക്കയിൽ പറക്കുന്നത് ഗുരുതരമായ സുരക്ഷാ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് ചൈനയെ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. ബംഗ്ലാദേശിന്റെ വ്യോമസേന ശേഷിയുടെ വലിയൊരു ഭാഗം ചൈനയാണ് ആശ്രയിച്ചിരിക്കുന്നത്. 2013 16 F-7 BGI ജെറ്റുകളും 2022
66 യൂണിറ്റുകളും ചൈന സൗജന്യമായി ബംഗ്ലാദേശിന് നൽകുകയുണ്ടായി. കൂടാതെ J-10C, J-35A പോലുള്ള ആധുനിക ചൈനീസ് ജെറ്റുകൾ വാങ്ങാനുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ ചൈനീസ് ഉപകരണങ്ങളുടെ താഴ്ന്ന വില ബംഗ്ലാദേശിന്റെ സാമ്പത്തിക പരിമിതികൾക്ക് അനുയോജ്യമാണെങ്കിലും അവയുടെ ഗുണനിലവാരവും ദീർഘകാല വിശ്വാസ്യതയും ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ചൈനയുമായുള്ള ഈ ആശ്രിതത്വം ബംഗ്ലാദേശിന്റെ തന്ത്രപരമായ സ്വയംഭരണത്തെ പരിമിതപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. റഷ്യ, US അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ ബംഗ്ലാദേശ് ഇനിയും പരിഗണിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് റഷ്യയുടെ MiG-35 അല്ലെങ്കിൽ ഫ്രാൻസിന്റെ റാഫേൽ ജെറ്റുകൾ ആധുനിക സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട വിശ്വാസ്യതയും വാഗ്ദാനം ചെയ്യുന്നവയാണ്. എന്നാൽ ഉയർന്ന വിലയും പരിശീലന ആവശ്യങ്ങളും ബംഗ്ലാദേശിനെ ചൈനയിലേക്ക് തിരികെ നയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിന് ഇത്തരം സംഭവങ്ങൾ നേരിടേണ്ടി വരുന്നതും ഇത് അനുഭവിക്കുന്നതിൽ കൂടുതലും സാധാരണക്കാരാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വീഴ്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ധാക്ക പോലുള്ള ജനനിബിഡമായ നഗരത്തിൽ കാലഹരണപ്പെട്ട F-7 ജെറ്റുകൾ ഉപയോഗിച്ച് പരിശീലന പറക്കലുകൾ നടത്തുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. വ്യോമസേനാ താവളങ്ങൾ ജനവാസ മേഖലകളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. കൂടാതെ പരിശീലന പറക്കലുകൾക്ക് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കണം. ചൈനീസ് ഉപകരണങ്ങളുടെ ഗുണനിലവാരം, F-7 ജെറ്റുകളുടെ ആവർത്തന അപകടങ്ങൾ ചൈനീസ് സൈനിക ഉപകരണങ്ങളുടെ ഗുണനിലവാരത്തെ ചോദ്യം ചെയ്യുന്ന ഘടകങ്ങളാണ്. ബംഗ്ലാദേശ് ചൈനയുമായുള്ള സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ നിലനിർത്തുമ്പോൾ കൂടുതൽ വിശ്വസനീയമായ സാങ്കേതിക വിദ്യകളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുക തന്നെ വേണം. നവീകരണത്തിന്റെ അഭാവമാണ് അവർ നേരിടുന്ന മറ്റൊരു പ്രശ്നം. F-7 ജെറ്റുകൾ കാലഹരണപ്പെട്ടവയാണെന്ന് പറഞ്ഞല്ലോ. ആധുനിക യുദ്ധവിമാനങ്ങൾ, മെച്ചപ്പെട്ട പരിശീലന സൗകര്യങ്ങൾ, ശക്തമായ അറ്റകുറ്റപ്പണി സംവിധാനങ്ങൾ എന്നിവയിൽ നിക്ഷേപം ആവശ്യമാണ്. J-10C, J-35A പോലുള്ള ചൈനീസ് ജെറ്റുകൾ പരിഗണിക്കുന്നുണ്ടെങ്കിലും അവയുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അവഗണിക്കാനാവില്ല. മാനുഷിക സാമൂഹിക പ്രത്യാഘാതങ്ങളാണ് ബംഗ്ലാദേശിനെ വലയ്ക്കുന്ന മറ്റൊരു കാര്യം. ഈ ദുരന്തം വിദ്യാർത്ഥികളുടെയും അതുപോലെ അധ്യാപകരുടെയും ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്, അതും രാജ്യത്തിന്റെ തലസ്ഥാനത്ത്. ബംഗ്ലാദേശ് സർക്കാർ ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചുവെങ്കിലും ദീർഘകാല പ്രതിരോധ സുരക്ഷാ നയങ്ങളിൽ മാറ്റം വേണമെന്നാണ് ജനങ്ങളടക്കം ആവശ്യപ്പെടുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 50,000 ടാക്ക വീതം പ്രഖ്യാപിച്ചുവെങ്കിലും ഇത് മതിയായ നഷ്ടപരിഹാരമല്ലെന്ന് വിമർശനവും ഉയർന്നിട്ടുണ്ട്. ജനകീയ പ്രതികരണവും രാഷ്ട്രീയ സമ്മർദ്ദവും അവിടെ രൂപാന്തരപ്പെടുകയാണ്. ഈ ദുരന്തം ബംഗ്ലാദേശിന്റെ പ്രതിരോധ നയങ്ങളെക്കുറിച്ചുള്ള പൊതുജന ചർച്ചകൾക്ക് വഴിയൊരുക്കിയെന്നത് മറ്റൊരു വാസ്തവമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, പ്രത്യേകിച്ച് എക്സിൽ, ചൈനീസ് ജെറ്റുകളുടെ ഉപയോഗത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സർക്കാരിന്റെ പ്രതിരോധ ബജറ്റും ചൈനയുമായുള്ള ബന്ധത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയാണുണ്ടായത്. ഇപ്പോൾ തന്നെ രാഷ്ട്രീയ അസ്ഥിരത പുലർത്തുന്ന ബംഗ്ലാദേശിനെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടി പതിവാകുമ്പോൾ അത് ജനങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കുമെന്നത് സത്യമാണല്ലോ. ഈ ദുരന്തം ബംഗ്ലാദേശിന്റെ പ്രതിരോധ തന്ത്രത്തിലെ ഘടനാപരമായ പ്രശ്നങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ചൈനീസ് ഉപകരണങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ബംഗ്ലാദേശ് വ്യോമസേനാ ശേഷി വൈവിധ്യവൽക്കരിക്കണം. റഷ്യയുടെ MiG-35, ഫ്രാൻസിന്റെ റഫേൽ അല്ലെങ്കിൽ അമേരിക്കയുടെ F-60 പോലുള്ള വിമാനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയും വിശ്വാസ്യതയും വാഗ്ദാനം ചെയ്യുന്നു. വ്യോമസേനാ താവളങ്ങൾ ജനവാസ മേഖലകളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പൈലറ്റുമാർക്ക് മെച്ചപ്പെട്ട പരിശീലനവും വിമാനങ്ങൾക്ക് ശക്തമായ അറ്റകുറ്റപ്പണി സംവിധാനങ്ങളും ഏർപ്പെടുത്തുക തന്നെ വേണം. കൂടാതെ ദുരന്ത നിവാരണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യകതയാണ്. ധാക്കയിലെ മൈൽസ്റ്റോൺ സ്കൂൾ ദുരന്തം ബംഗ്ലാദേശിന്റെ വ്യോമസേനയുടെ കാലഹരണപ്പെട്ട ഉപകരണങ്ങളുടെയും ചൈനീസ് സൈനിക സാങ്കേതിക വിദ്യയെ അമിതമായി ആശ്രയിക്കുന്നതിന്റെയും ദുരന്ത ഫലങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. F-7 BGI ജെറ്റിന്റെ തകർച്ച രാജ്യത്തിന്റെ പ്രതിരോധ സുരക്ഷാ നയങ്ങളിൽ അടിയന്തര പരിഷ്കാരങ്ങളുടെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നു. 20 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ ദുരന്തം ബംഗ്ലാദേശിന്റെ സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടാക്കിയത്. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ബംഗ്ലാദേശ് ആധുനികവും വിശ്വസനീയമായ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് കടക്കേണ്ടതും മാറേണ്ടതും ആവശ്യകത തന്നെയാണ്.